ഹലോ ഗൈസ്, അപ്പോൾ നോമ്പ് തുറയെല്ലാമായിട്ട് നമ്മൾ എങ്ങനെയാണെന്നല്ലേ പലഹാരമെല്ലാം ഉണ്ടാക്കാണ്ടിരിക്കുക. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം എന്തെങ്കിലും എണ്ണ പലഹാരമെല്ലാം ചിലപ്പം അച്ഛൻ കൊണ്ടുവരലുണ്ട്. പിന്നെ ഈ നോമ്പ് തുറ ആയതുകൊണ്ട് നോമ്പ് തുറയുടെ പല പല പലഹാരങ്ങൾ നമ്മളെടുത്ത കടകളിലെല്ലാം കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഇഫ്താറായിട്ട് നോമ്പായിട്ട് ഞാനും വിചാരിച്ചു തന്നാൽ പിന്നെ എന്തെങ്കിലും പലഹാരം വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന്. അപ്പോഴാണ് അച്ഛൻ പഴം വാങ്ങിക്കൊണ്ടുവന്നത് കണ്ടത്. അപ്പോൾ പഴം വാങ്ങിക്കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കുക, അല്ലെങ്കിൽ പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പഴംപൊരിയും കുറച്ച് പാൻ കേക്കും ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് ചോദിക്കേണ്ടത്, ഇതെല്ലാം ഞാൻ മൈദേനെ കൊണ്ടല്ല ഞാൻ ആക്കാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ അടുത്ത് ഗോതമ്പ് പൊടിയല്ലോ, അപ്പോൾ ഗോതമ്പ് പൊടിയിൽ ഞാൻ ആക്കാമെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേന്ത്രപ്പഴം ഉണ്ടായി, ആ നേന്ത്രപ്പഴത്തിൻ്റെ എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് ഞാനത് നല്ല നൈസ് സ്ലൈസായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ മുറിക്കാൻ കുറച്ച് പണി പെട്ടിന്, എന്നാലും കഷ്ടപ്പാട്ടെല്ലാം ഞാൻ എങ്ങനെയായാലും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് നീളം പോലത്തെ പഴംപൊരിയല്ല, കുറച്ച് കുഞ്ഞതായിട്ടുള്ള പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴംപൊരിനേക്കാളും എനിക്കിഷ്ടം തിന്നാൻ ഉള്ളിവടയാണ്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ഉള്ളിവട ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പഴംപൊരിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് കുറച്ച് ഒരു 2-3 ശർക്കര എടുത്തിട്ട് പഞ്ചസാര ഇട്ടുണ്ടാവും വിചാരിച്ചു. ശർക്കര എന്നിട്ട് ഞാൻ പാനിയാക്കുന്നുണ്ട് കേട്ടോ, ശർക്കര വെള്ളമാക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ കുറച്ച് 2-3 ഏലക്കായും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിക്സീൻ്റെ ജാറെടുത്ത് അതിൽ കുറച്ച് ഗോതമ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളുപ്പും പിന്നെ നമ്മൾ ചൂടാക്കിയ ശർക്കര ചൂടാക്കിയ വെള്ളം കൂടി തണുത്തിട്ട് അതിൽ ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുത്തു കേട്ടോ. പിന്നെ കുറച്ചും കൂടി ലൂസാക്കിയിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് എള്ളും കൂടി ഉണ്ടായി അന്നേ വാങ്ങിയത്. അപ്പോൾ കുറച്ച് എള്ളും കൂടി ഇട്ട് അതിനൊന്ന് ഗാർണിഷ് ചെയ്തു കേട്ടോ. അപ്പം എൻ്റെ പഴംപൊരീൻ്റെ ബാറ്റർ ഞാൻ അങ്ങ് തയ്യാറാക്കിയിട്ടുണ്ട്. മൈദയല്ല, ഇത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിന്. അപ്പോൾ ഗോതമ്പ് പൊടിയിൽ മുക്കിയിട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. ഇല്ലത് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. മൈദേനെ കൊണ്ട് മാത്രമൊന്നുമല്ല, കുറച്ച് ഫ്ലഫ്നെസ് കുറച്ച് കുറവുണ്ട് നെയ്യും. പക്ഷേ ആദ്യത്തെ ബാച്ചെല്ലാം അടിപൊളിയായിട്ട് കിട്ടീനി. പിന്നെ ആകുമ്പം കുറച്ചൊന്ന് പാൻ കേക്ക് പോലെ തന്നെ ആയിട്ടുണ്ടായിട്ടാ. നമ്മൾ മൈദേനെ കൊണ്ടല്ലേ സാധാരണ പഴത്തിൻ്റെ എല്ലാം പാൻ കേക്ക് ആക്കല്. അപ്പോൾ ആദ്യത്തിൽ നല്ല അടിപൊളി നല്ല ബാച്ച് കിട്ടിയിട്ടുണ്ടായിനി. പിന്നെ ഒന്ന് ജസ്റ്റ് ലൂസായപ്പം കുറച്ചൊന്നും ഇട്ടായിനി, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ. അപ്പോൾ അടിപൊളി, ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇനി മൈദ ആരും ഉപയോഗിക്കണ്ട കേട്ടോ. ഗോതമ്പ് പൊടിയിൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നത് അടിപൊളിയായിട്ടില്ലേ നമ്മൾ പഴം പൊരിക്കാൻ പറ്റും കേട്ടോ. ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. മൈദപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഗോതമ്പ് പൊടി എടുത്തോ, ഹെൽത്തി ആയി നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഒരു ടേസ്റ്റിനൊന്നും ഒരു കുറവും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നമ്മളെ ഉള്ളിവടേൻ്റെ പരിപാടിയാക്കാൻ എടുത്തു. അപ്പോൾ ഒരു 3-4 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ടായിന്. അതെല്ലാം കുഞ്ഞു സ്ലൈസായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടായിന്, കുഞ്ഞാന്ന് അരിഞ്ഞിട്ടുണ്ടായിന്. എനിക്ക് ഉള്ളി അരിയാൻ ഭയങ്കര പണിയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഉള്ളി അരിഞ്ഞു തരും, പക്ഷേ എനിക്ക് ഉള്ളി അരിയാൻ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സ്പീഡിലാക്കിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ വേഗം ഉള്ളി അരിയുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഉള്ളി ഞാൻ കുറച്ച് സമയം 2 കഷ്ണാക്കിയിട്ട് വെള്ളത്തിൽ മുറിച്ചിട്ടേനി, അല്ലെങ്കിൽ എൻ്റെ കണ്ണെരിഞ്ഞ് ഞാൻ മയ്യത്തായിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഉള്ളി വരുമ്പോൾ എനിക്ക് കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകുടാന്ന് വെള്ളം വരും കേട്ടോ. പിന്നെ കുറച്ച് സമയം മുന്നേ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തു, അതും കുനുകുനാന്ന് മുറിച്ചെടുത്തു. എനിക്ക് മുറിക്കുന്ന കാര്യം വേറും ഇഷ്ടമില്ലാത്ത കാര്യമാണ്, കാരണം ഞാൻ മുറിക്കുന്നതിൽ ഭയങ്കര സ്ലോ ആണ്. എനിക്ക് മെല്ലെ സാധനങ്ങളെല്ലാം മുറിക്കാൻ പറ്റും. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടായിട്ടാ. പിന്നെ ഒരു ചട്ടി എടുത്തു. അങ്ങനെ ഉള്ളി നല്ലോണം പീഞ്ഞെടുക്കണം കേട്ടോ. ആ ഉള്ളീൻ്റെ നീരെല്ലാം പോയാൽ തന്നെ നമ്മൾ ഉള്ളിവട ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ 2-3 പ്രാവശ്യം ആക്കിയപ്പം ഈ ഉള്ളീൻ്റെ നീര് കളയാണ്ടാക്കിയിട്ടുണ്ടായിന്, പക്ഷെ അത് അത്ര ടേസ്റ്റ് ഉണ്ടായില്ല. പിന്നെ നല്ലോണം പീഞ്ഞ് കളഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഐസും വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. കുറച്ച് ഐസ് ക്യൂബ്സ് ഒരു വെള്ളത്തിലിട്ട് ഈ ഉള്ളി അതിലിട്ട് നല്ലോണം പിഴിഞ്ഞെടുക്കുന്നതാണെങ്കിൽ ആ ഉള്ളീൻ്റെ ആ എരിയുന്ന നീരെല്ലാം പോയാൽ ഉള്ളിവടയാക്കിയത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് പരമാവധി പറ്റുന്ന രീതിയിൽ ഞാൻ നല്ലോണം പീഞ്ഞ് കളഞ്ഞിട്ടുണ്ടായി അതിൻ്റെ നീരെല്ലാം. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് നമ്മൾ ഇഞ്ചിയും കറിവേപ്പിലും ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് തിരിഞ്ഞെടുത്തു. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ മുളക് പൊടി, പെരുംജീരകം, നല്ല ജീരകം എല്ലാം ഇട്ടിന് കേട്ടോ. അപ്പോൾ കൈക്കിട്ട് എല്ലാ മസാലയും കുറച്ച് ഇട്ടിട്ട് നല്ലോണം അതിനെ തിരുമ്മിയെടുത്തു കേട്ടോ. അങ്ങനെ നല്ലോണം തിരുമ്മിയാക്കി ഇത് കുറേ സമയം വെക്കാൻ പാടില്ല, കാരണം അതിൽ നിന്ന് വെള്ളം ഇതാവുന്നുണ്ട്. പിന്നെ കടലമാവ് ഇട്ട് നല്ലോണം കുഴച്ചെടുത്തു കേട്ടോ. കടലമാവ് കുറേ ഇടാൻ പാടില്ല, ഉള്ളീൻ്റെ അത്രയും കടലമാവ് ഇടാൻ പാടില്ല കേട്ടോ. ഇതെല്ലാം ഞാൻ ഓരോരോ സമയം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പെർഫെക്റ്റായി വരുള്ളൂ. എനിക്ക് എല്ലാ സമയമൊന്നും നല്ലതായിട്ട് കിട്ടില്ല കേട്ടോ. പക്ഷേ ഈ ഉള്ളിവട അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിന്, കാരണം ആ ഉള്ളീൻ്റെ നീരെല്ലാം ഞാൻ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ എൻ്റെ ഉള്ളിവടേൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴംപൊരി ഞാൻ വറുത്തെടുത്തു. ഇനി ആ പാത്രം ഒന്ന് ജസ്റ്റ് കഴുകിന് കേട്ടോ. അതിന് കുറേ കരടില്ലതുകൊണ്ട് ഞാൻ പുതിയ വെളിച്ചെണ്ണ വെച്ചിട്ട് തന്നെ വേറെ പാനിൽ തന്നെയാണ് ആക്കുന്നുണ്ടായിന്. അപ്പം നമ്മളെ മാവ് ഇനി സെറ്റായിട്ടുണ്ട്. ഇനി ഓരോന്നിട്ട് പൊരിക്കേ വേണ്ടു. അങ്ങനെ ഞാനത് കഴിച്ചെടുത്ത് വലിയ ഷേപ്പൊന്നും ആക്കിയിട്ടില്ല. കുഞ്ഞു ഉള്ളിവടയാക്കിനി, കുറച്ച് വലിയ പരന്ന ഉള്ളിവടയാക്കിനി കേട്ടോ. അങ്ങനെ 2-3-4-5 ബാച്ച് എനിക്ക് പൊരിക്കാനുണ്ടായിന്. എൻ്റെ അടുത്ത് അത്ര
വലിയ പാനെല്ലാം ഉണ്ടായിനി. അപ്പോൾ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് തന്നെ നമ്മൾ ഉള്ളിവട വന്നിട്ടുണ്ടായിനി. പിന്നെ എപ്പോഴും ഞാൻ ആക്കുന്നതിനേക്കാളും എനിക്ക് ഇന്നത്തേത് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. കുറച്ച് ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഉള്ളിവട കിട്ടും. ഇതന്നെ അത്യാവശ്യത്തിന് നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു ബാച്ച് ചുട്ടപ്പോൾ തന്നെ ഞാനൊന്ന് ജസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിന് എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ. പക്ഷേ അത് ചൂടായിട്ട് എൻ്റെ വായി 2-3 പ്രാവശ്യം പൊള്ളി ഗൈസ്. പക്ഷേ ടേസ്റ്റ് വൈസ് അടിപൊളി സൂപ്പറാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് അറിയുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിനി. നല്ല ആ ഉള്ളീൻ്റെ നീരെല്ലാം ഇറങ്ങിപ്പോയതുകൊണ്ട് ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിനി. പിന്നെ ഇഞ്ചിയും കുറച്ച് കടിക്കാണ്ട്, പിന്നെ എല്ലാ മസാലപ്പൊടിയും കുറച്ച് ഇട്ടിട്ടുണ്ടായിനി. പിന്നെ ഞാൻ നല്ല ജീരകവും ഇട്ടിട്ടുണ്ടായിന്. ഈ എക്സ്പ്രഷനിൽ എൻ്റെ വായു പൊള്ളിയതുകൊണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അത്യാർത്തി പിടിച്ച് ചൂടില്ല സാധനം എടുത്ത് വായിലിടണ്ട കേട്ടോ, പൊള്ളി വശലാവും. അങ്ങനെ ഞാൻ എൻ്റെ മൂക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിന്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? കുഴപ്പമില്ല. അച്ഛനോടാ പറയുന്നേ? അപ്പം നിങ്ങൾ ചെങ്ങായി പറയുന്നത് കേട്ടാലോ, ഓക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഓക്ക് പഴംപൊരി അധികം ഇഷ്ടമല്ല, പക്ഷെ ഉള്ളിവടി ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് എൻ്റെ ഉള്ളിവടിയും പഴംപൊരി ആക്കി എടുത്തിട്ടുണ്ടായിന്. ലാസ്റ്റത്തെ ഇത് കുറച്ച് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ച് ഒരു കളറ് മാറിയില്ല. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന് കേട്ടോ. അപ്പം ഞാൻ അമ്മേനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായി. നമ്മൾ പറഞ്ഞു ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇഫ്താറിന് ഞാൻ ഇന്നത്തെ പലഹാരം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കാൻ പാടില്ല. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.